മൊബൈൽ നോക്കിയിട്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വുളു വേണോ? മുസാഫിന്റെ അതേ വിധിയാണോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മൊബൈൽ നോക്കി ഖുർആൻ ഓതുന്ന ആൾക്ക് ഡയറിയിൽ ഖുർആനിന്റെ എഴുത്തുകൾ ഉണ്ട്. എന്നിരുന്നാലും അത് തൊടുന്നതിനോ ചുമക്കുന്നതിനോ വിരോധമില്ല. കാരണം ഹർഫുകളുടെ യാഥാർത്ഥ്യ രൂപം അവിടെ ഇല്ല. മറിച്ച് ഒരു നില്ല് പോലെ, നിഴൽ പോലെയുള്ള ഒരു വജൂദാണ്, അല്ലെങ്കിൽ അതിന്റെ ഹർഫുകളാണ് ആ ഡയലിൽ മൗജൂദാവുന്നത്. ഏതുപോലെ മുസഹഫിലേക്ക് കണ്ണാടി തിരിച്ചു പിടിച്ച് ആ കണ്ണാടിയിലൂടെ നമ്മൾ വായിക്കുകയോ ഓതുകയൊക്കെ ചെയ്യുമ്പോൾ കണ്ണാടി നമ്മൾ പിടിച്ചു എന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അത് ഫിഖ്ഹിന്റെ കിതാബിലെല്ലാം കാണാം. നിഴൽ കൊണ്ടാണ് ഹർഫിന്റെ വജൂദെങ്കിൽ ഹഖീഖിയായ വജൂദല്ല, എഴുത്തൊന്നുമില്ല, ഒരു നില്ല് പോലെ, നിഴൽ പോലെ. അങ്ങനെയാണെങ്കിൽ തൊടുന്നതിനും ചുമക്കുന്നതിനും വിരോധമില്ല എന്ന് ഫുഖഹാവ് പറഞ്ഞതിൽ നിന്ന് ഇപ്പറഞ്ഞ രീതിയിൽ മൊബൈൽ തൊടുന്നതോ അല്ലെങ്കിൽ ചുമക്കുന്നതോ പന്തികേടില്ലെന്ന് വരുന്നു. ഇതാണ് പണ്ഡിതന്മാർ ഇത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത്. ഓതാൻ പറ്റിയ കോലത്തിൽ മൊബൈലിലെ മുസാഫ് ഓണാക്കിയ ശേഷം തൊടാൻ വുളു വേണ്ടെങ്കിലും ബാത്റൂമിൽ കൊണ്ടുപോകാൻ അനുവാദം ഉണ്ടാകുമോ? ബാത്റൂമിൽ ഇതുമായി പോയാലും പ്രശ്നമില്ല. കാരണം ഹഖീഖിയായ വജൂദ് അവിടെ ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഹാഫിളായ ആൾക്ക് ബാത്റൂമിൽ പോകാൻ പാടില്ല എന്ന് വരും. ഹാഫിളായ ആളുടെ കൽബിൽ ഖുർആന്റെ എല്ലാം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഹഖീഖിയായ വ്യക്തമായ വജൂദില്ല. അതവന്റെ മനസ്സിൽ കിടക്കുന്നതും ഇതേപോലെ ഒരു നില്ലിയായ വജൂദാണ്. അതേ രീതിയിലാണ് ഈ മൊബൈലിലും ഇത് കിടക്കുന്നത്. ഹഖീഖിയായ വജൂദല്ല, ഡയലിൽ തന്നെ എഴുത്തല്ല അവിടെ കാണുന്നത്. അതിന്റെ ഒരു ചിത്രം പോലെയാണ്. അത് പെട്ടെന്ന് നീങ്ങും ചെയ്യും. അതുകൊണ്ടാണ് ഫുഖഹാവ് തന്നെ പറഞ്ഞു, കടലാസ് വെട്ടിയെടുത്തു, ഹർഫുകൾ ഒക്കെ വെട്ടിയെടുത്തിട്ട് ലൈറ്റിന് നേരെ അങ്ങനെ കാട്ടിയാൽ ആ ഹർഫുകളൊക്കെ അവിടെ അങ്ങേപ്പുറത്ത് കാണാം. അത് തൊടാനോ ചുമക്കാനോ ഒന്നും ഉദൂന്റെ ആവശ്യമില്ല. കാരണം നില്ലിയായ വജൂദാണ് ആ വജൂദ്, ഹഖീഖിയല്ല. എന്നാലും സൂലദബ് എന്ന നിലക്ക് ഹുർമത്തിന് വേണ്ടി അത് ചെയ്യാം. ഹറാമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയാണത്. അതേ സ്ഥാനത്ത് ഹുർമത്ത് അവിടെ നിങ്ങൾ ഈ ഡയൽ ടൂണിന് കൊടുക്കുന്നതിനെ ഖുർആനോ അല്ലെങ്കിൽ മുഹ്തറമായ സംഗതിയോ ആവാതിരിക്കലാണ് നല്ലതെന്ന് പറയേണ്ടതില്ല. കാരണം ഏത് മ്ലേച്ഛമായ സ്ഥലത്താവുമ്പോഴും നാം അത് കേൾക്കുമല്ലോ. ചില ആളുകളുടെ ഫോണിൽ റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തും വഖിനാ അദാബന്നാർ എന്ന ആയത്ത. ഞാൻ തന്നെ ഒരു പ്രാവശ്യം ബാത്റൂമിൽ ഒരു ഭാഗത്തിരിക്കുന്നു, ഗൾഫിൽ നിന്ന് മറ്റേ റൂമിൽ നിന്ന് ആയത്ത് കേൾക്കാണ് റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന. അപ്പൊ ഇങ്ങനെ ഹുർമത്തില്ലാത്ത അവസ്ഥ കൊണ്ടുവരും. അതുകൊണ്ട് അത് സൂക്ഷിക്കലാണ് വേണ്ടതെന്ന് പറയേണ്ടതില്ലേ, സംശയവുമില്ല.